ടൊമാറ്റോയും കൊണ്ട് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാം. നമ്മൾ നല്ല പഴുത്ത ടൊമാറ്റോ എടുക്കണം. പച്ചയുള്ള ടൊമാറ്റോ എടുക്കൽ പുളി കൂടുതലായിരിക്കും. നല്ലതുപോലെ ദേശക്കട്ടിയുള്ള നല്ല ടൊമാറ്റോ ഞാൻ 6 എണ്ണം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ അതിന് നമ്മൾ ടൊമാറ്റോ ഒക്കെ ഒന്ന് സൂപ്പ് തിക്കാകാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ഞാൻ തൊലിച്ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കാം. ചെറിയൊരു പൊട്ടറ്റോ ആണ്, അതും കൂടി ഞാൻ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, അതെടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, 4-5 വെളുത്തുള്ളിയുടെ അല്ലി, ഇതെല്ലാം കൂടി നമുക്ക് മിക്സിക്കകത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഗ്യാസിൽ ഇതൊന്ന് കുറുക്കി സൂപ്പിൻ്റെ പരുവാക്കി എടുക്കാം. സൂപ്പ് റെഡി ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതുപോലെ ഞാൻ ബ്രെഡാണിത്, ബ്രെഡ് നല്ലതുപോലെ കട്ട് ചെയ്തൊന്ന് വെച്ചിരിക്കുന്ന ഇത്ര മുഴുപ്പിൽ ഇത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ എങ്ങനെയാണെങ്കിലും നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. പിന്നെ നമുക്കൊരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീം നമ്മൾ പാലിൻ്റെ പാടയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നമ്മളൊന്ന് ഒരു സ്പൂണ് പാലിൻ്റെ പാട എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് സൂപ്പിൻ്റെ മുകളിൽ ചേർക്കാനാണ്. ആദ്യം തന്നെ നമുക്ക് ഇത് ഈ ടൊമാറ്റോയും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ ടൊമാറ്റോയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടാം. നമ്മൾ ടൊമാറ്റോ ഒന്ന് വേവിച്ചിട്ടാണെങ്കിലും മിക്സിക്കകത്ത് അടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് പിന്നെ വേവിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ എല്ലാ ടൊമാറ്റോയും കട്ട് ചെയ്തിടുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ വെളുത്തുള്ളിയും ക്യാരറ്റും പൊട്ടറ്റോയും ഈ പച്ചമുളകും ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിക്കകത്ത് നല്ലപോലെ അടിച്ചെടുക്കാം. എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ഇടുകയാണ്. പിന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് നമ്മൾ ഇനി ഇത് മിക്സിക്കകത്ത് അരച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് അരിച്ച് നമുക്കിത് കുറുക്കിയെടുക്കാം. നമുക്ക് ആദ്യം ഇത് അരച്ചെടുക്കാം. ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് നല്ല ഒരു വലിയ അരിപ്പയ്ക്കകത്തോട്ട് ഇത് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഈ ടൊമാറ്റോയുടെ കുരുവൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. നമ്മൾ ഇച്ചിരി അകലമുള്ള അരിപ്പയ്ക്കകത്ത് അരിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് കിട്ടും. അല്ലെ നമ്മളൊരു ശകലം 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനകത്ത് ഒന്ന് നീട്ടിയാൽ മതി, പെട്ടെന്ന് അങ്ങ് അരിച്ചെടുക്കാൻ പറ്റും. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കാം. നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയുടെ കുരുവും തൊലിയും ഒക്കെ ഇങ്ങനെ നമ്മൾ അരിച്ച് മാറ്റണം, എന്നാലേ നമ്മുടെ സൂപ്പ് കുടിക്കുമ്പോൾ നല്ലൊരു സുഖം വരുള്ളൂ. ഇനി നമുക്ക് ഈ അരിച്ച് കിട്ടിയത് ഇത് നല്ലതുപോലെ തിളപ്പിച്ച് നല്ല സൂപ്പിൻ്റെ പരുവത്തിൽ കുറുകുന്ന വരെ നമുക്ക് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഈ അരിച്ചെടുത്തിരിക്കുന്ന ഇതുപോലെ ഗ്യാസ് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒരു 5-6 മിനിറ്റും കൊണ്ട് നമ്മുടെ സൂപ്പ് ആവശ്യത്തിന് കുറുകി കിട്ടും. നമ്മൾ എല്ലാ സാധനവും പച്ചയോടെയാണ് അരിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ വേവിച്ചിട്ടാണെങ്കിലും അടിച്ചെടുക്കാം, പക്ഷേ അന്നേരം കുരുവൊക്കെ കളയാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അത് കാരണം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. പച്ചയ്ക്ക് നമ്മൾ അടിച്ചിട്ട് പിന്നെ അരിച്ചെടുത്ത് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് ഒരു 5-6 മിനിറ്റും കൊണ്ട് കുറുകി വരും. അതുവരെ നമുക്ക് ഇളക്കാം. നമ്മുടെ ടൊമാറ്റോ ഇത് ഉണ്ട്, നല്ലപോലെ തിളച്ച് നമ്മുടെ സൂപ്പിന് പാകത്തിൽ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് എരിവൊക്കെ നമ്മൾ 2 പച്ചമുളക് ഇട്ടതാണ്, ഒന്ന് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഒരു ചെറിയ പിഞ്ച് കുരുമുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടേസ്റ്റും ഒന്ന് നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് ഇതിനകത്ത്. അതുകൂടെ ഇട്ട് കൊടുക്കാം. അത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം കണക്കായിട്ടാണ് ഇത് വാങ്ങിയിട്ട് നമുക്ക് ആ ബ്രെഡ് ക്രംസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഞാനൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വറുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇത് വെക്കണം. ബ്രെഡ് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇപ്പം നെയ്ക്കകത്തൊക്കെ വറുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എണ്ണയ്ക്കകത്താണ് വറുത്തിരിക്കുന്നത്. നമുക്കിതിനി സൂപ്പിൻ്റെ മുകളിലിട്ട് സൂപ്പിൻ്റെ ബൗളിനകത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ സൂപ്പ് 2 ബൗളിലോട്ട് റെഡിയാക്കി എടുക്കാം. സൂപ്പൊക്കെ നല്ല ചൂടോട് തന്നെ കുടിക്കണം. നമ്മൾ ഒരുപാട് തണുത്ത് പോകല്ല.
നമുക്ക് ഈ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ സ്പൂണും കൊണ്ടൊന്ന് കലക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇത് നല്ലപോലെ ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടെടുക്കാം. നമ്മളിതിനകത്ത് നെയ്യൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ക്രീം ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ പതിയെ നമ്മളിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ആ മേളിലൊരു ഡിസൈൻ പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ശകലം മല്ലിയില ഇടാം. നമുക്ക് ഈ ബ്രെഡ് വറുത്ത് വെച്ചിരിക്കുന്ന അതും കൂടി ഇടാം. ഇതൊക്കെ നമ്മൾ കഴിക്കാൻ സമയത്തേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് നേരത്തെ ഇട്ട് വെച്ചാൽ അങ്ങ് കുതിർന്ന് വീർത്ത് പോകും. അപ്പം നമ്മുടെ ടൊമാറ്റോ സൂപ്പ് നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്.